രാത്രി ഭാര്യയുമായി ബന്ധപ്പെട്ടു ഭർത്താവ്, ആ ഭർത്താവിനു സ്ഖലനം സംഭവിച്ചു. ആ ഭർത്താവിന്റെ സ്ഖലനം എവിടെയായിട്ടുണ്ട്? വസ്ത്രത്തിലായിട്ടുണ്ട്, അവൻ ഉടുത്ത തുണിയിലായിട്ടുണ്ട്. ആ തുണി മുതനജ്ജിസാണ്. കാരണം വികാരമുള്ള സമയത്ത് പുറത്തേക്ക് വരുന്ന മനിയ് മുതനജ്ജിസാണ്. വികാരം ഇല്ലാതെ സ്വപ്നസ്ഖലനത്തിൽ പുറത്തേക്ക് വരുന്ന മനിയ് ശുദ്ധിയുള്ളതാണ്. കാരണം വികാരമുള്ള സമയത്ത് മദജലം മുന്നോടിയായിട്ട് വരും. അതിനാണല്ലോ മദിയ് എന്ന് നമ്മൾ പറയുന്നത്. അറബിയില് മദജലം മുന്നോടിയായിട്ട് വരും. ആ മദജലം വരുന്നതിന്റെ പിന്നാലെയാണ് എന്ത് വരിക? മനിയ് വരിക. അപ്പൊ പുറത്തേക്ക് വികാരമുള്ള സമയത്ത് മനിയ് പുറത്തേക്ക് വരുമ്പോ അത് മദജലമാകുന്ന നജസുമായി കൂടിക്കലർന്നിട്ടാണ് വരിക. അപ്പൊ അതുകൊണ്ട് ആ നിലക്കുള്ളത് വസ്ത്രത്തിലായാൽ ആ വസ്ത്രം മുതനജ്ജിസാണ്. പക്ഷേ മസ്അല അറിയാതെ നിക്കാരക്കുപ്പായവും ആ മുതനജ്ജിസായ തുണി ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ട സഹോദര. ഭാര്യക്കൊന്ന് മസ്അല പറഞ്ഞു കൊടുത്താൽ ചിലപ്പം പലവരുടെയും ഭാര്യന്മാര് പറയും, ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത്. എത്ര ആളുടെ നിസ്കാരം ബാത്തിലായി പോകും. ഈ തുണിയിൽ മദജലം കലർന്നതായ മുതനജ്ജിസായ വസ്തുവുണ്ട്. അത് 2 കൊല്ലത്ത് തികയാത്ത വെള്ളത്തിലേക്ക് ആ തുണി എത്തിയാൽ ആ ബക്കറ്റിലെ വെള്ളം നജസാണ്, മുതനജ്ജിസാകും. വാഷിംഗ് മെഷീനിൽ 2 കൊല്ലത്ത് വെള്ളമില്ല സഹോദരി, യാതൊരു സംശയവുമില്ല. അതാ ഭർത്താവ് രാത്രി സമയത്ത് ബന്ധപ്പെടാൻ ഉപയോഗിച്ച തുണി. ആ തുണിയിൽ ഭർത്താവിന്റെ മനിയായിട്ടുണ്ട്, മുതനജ്ജിസായ മനിയായിട്ടുണ്ട്. ആ തുണിയും നിസ്കാരക്കുപ്പായവും ഒന്നായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് തിരുമ്പുന്ന സഹോദരിമാരുണ്ടായേക്കാം. ഈ മുതനജ്ജിസായ തുണി ആ 2 കൊല്ലത്ത് വെള്ളം തികയാത്തതിലേക്ക്, 2 കൊല്ലത്ത് തികയാത്ത വെള്ളത്തിലേക്ക് എത്തലോടുകൂടെ നല്ല നജസായി. നമ്മളങ്ങനെ വാഷിംഗ് മെഷീൻ ഉണക്കിയിട്ടിങ്ങട്ട് തന്നു. ഇസ്ലാമികമായി ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഒലുമ്പല് അവിടെ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല, അന്വേഷിക്കേണ്ടതാണ്. നടക്കുന്നില്ലെങ്കിൽ ആകെ മുതനജ്ജിസായി കിടക്കുകയാണ്. അതുകൊണ്ട് തമാശയിൽ ഞാൻ പറയട്ടെ, തുണിയും കുപ്പായത്തല്ല ഒലുമ്പേണ്ടത്. ഈ മസ്തലകളൊന്നും പഠിപ്പിക്കാതെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്ത പൊന്നന ആദ്യം ചൂരൽ കൊണ്ട് ഒലുമ്പണം. ഈ മസലൊന്നും പഠിപ്പിക്കാതെ പെണ്ണുങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്ത ഇവരെയാണ് ആദ്യം ഒലിമ്പി വിടേണ്ടത്. അല്ലാതെ ആരെല്ലാം ഒലിമ്പേണ്ടത്? ഈ വസ്ത്രത്തല്ല ഒലിമ്പേണ്ടത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട മസലേ. നമ്മൾ ആദ്യം ഒന്നിരിക്കൽ ലാസ്റ്റ് ഒലിമ്പന്തി വരും. ലാസ്റ്റ് ഒലിമ്പുമ്പോ വള്ളത്ത് ഈ മുതനജ്ജിസ് ആവാത്ത വസ്ത്രം കൂടി മുതനജ്ജിസാക്കിയിട്ട് ഓരോ വസ്ത്രവും ലാസ്റ്റ് ഒലുമ്പുന്നതിനേക്കാൾ നല്ലതെന്താ? ഒലുമ്പുന്നതിനേക്കാൾ നല്ലതെന്താ? ആ മുതനജ്ജിസായ വസ്ത്രം ആദ്യം ഇസ്ലാമികമായിട്ട് വൃത്തിയാക്കുക. ചളി പോയിക്കോന്നില്ലല്ലോ. ചളി പോയിട്ടില്ലാച്ചിട്ട് നജസ് വൃത്തിയാവൂലെന്ന് മസലല്ലല്ലോ, അല്ലേ? മൂത്രയായ തുണിയാണ്, അല്ലെങ്കിൽ ഇമ്മാതിരി മുതനജ്ജിസായ മനിയായ തുണിയാണ്. മുതനജ്ജിസായ മനിയുട്ടോ നിങ്ങൾ ഇത്തനി വാങ്ങി മസല പറയാ. ഭർത്താവ് ഉറക്കത്തില് പുല്ലുതുണി മാറ്റിയിട്ട് ഉറങ്ങീന്. ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ട് സുബൈക്ക് ചോക്കുമ്പോ സ്ഖലനം തേക്കുന്നു. വസ്ത്രത്തില് സ്ഖലനുണ്ട്, മനീയ് കാണാണ്ട്. ഓൻ ഒരു ദുർസ്വപ്നം കണ്ടിട്ടല്ല, ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. ഓ സ്വമേധയാ ശരീരത്തിന്റെ ക്ഷീണം കാനക്കും സംഭവിക്കുമല്ലോ. ആ മനീയ് ശുദ്ധില്ല. ആ മനീങ്ങൾക്ക് ആ തുണി എത്തിങ്ങാണ്ട് കഴിച്ച കുഴപ്പമൊന്നുമില്ല. ആ തുണി എത്തിങ്ങാണ്ട് എന്താക്കാൻ നിസ്കരിക്കുക? കാരണം മനീയ് ശുദ്ധിയുള്ളതാ. അത് സ്ഖലനം വികാരമൊന്നുമില്ലാതെ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ മനീയ് ശുദ്ധിയുള്ളതായി കിട്ടുക. വികാരത്തോടുകൂടെ ആവുമ്പോ അത് മുതനജ്ജിസായി തീരും. അപ്പൊ ആ തുണികൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് നജസായ ഈ നിലക്ക് മൂത്രം കൊണ്ടോ വേറെ ഏതെങ്കിലും കൊണ്ടൊക്കെയും നജസായ തുണി,
അതാദ്യം ഒലിമ്പുക. അതത് ഒലിമ്പി വൃത്തിയാക്കുന്നത് ഒലിമ്പിച്ച് വാഷിംഗ് മെഷീനിൽ കിട്ടോല്. എല്ലാവരും പാടെ വാഷിംഗ് മെഷീനൊക്കെ കുറെ തുണിമുപ്പായ എന്തായിരുന്നു ചിലപ്പം എത്ര കിലോണ്ടൊക്കെ വാഷിംഗ് മെഷീൻ വാങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ വാങ്ങാതെ പൂജയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കാശ് വെക്കുമ്പോ അങ്ങനെയൊക്കെ നല്ലതന്നെയാണ്. ഒരുപാട് സമയം പെണ്ണുങ്ങൾക്ക് ലാഭം കിട്ടും. കാരണം ഇതാത്തിങ്ങാതി പിന്നെ തിരുമ്പതിങ്ങനെ കറങ്ങിക്കോലും ഇങ്ങനെ പോലത്തെ മീനുണ്ടാക്കാനല്ലേ 10 kg 6 kg 8 kg 9 kg പല കേജിന്റെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതൊന്നും വാങ്ങണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം.